സർവമായ എന്നുള്ള സിനിമ കണ്ടില്ലേ? ഞാൻ ഇന്നലെ കണ്ടേ ഉള്ളൂ. എനിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ തന്നെ എനിക്കും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നൊക്കെ പറയുന്നതിനുപരി എനിക്ക് അതിൽ ഡെലുലു എന്നുള്ള ക്യാരക്ടർ ചെയ്ത കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടർ അത് നല്ല രീതിയിൽ അതൊരു ഫ്രഷ് ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എങ്ങനെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ പുതിയൊരു നല്ലൊരു ഫീൽ കിട്ടുന്ന പോലെയായിരുന്നു. ഒരു നല്ലൊരു ഫ്രഷ് ക്യാരക്ടറായിരുന്നു അത് തന്നെയാണ് സിനിമ എൻഡ് ചെയ്തപ്പോഴും ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ കൂടെ വരും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അത്. അതിലുള്ള പ്രീതി മുകുന്ദനാണ് ഈ ക്യാരക്ടർ ചെയ്യാനിരുന്നതെന്ന് ഈ ഡയറക്ടർ അഖിൽ സത്യൻ പറയുന്നത് ഞാനൊരു ഇൻ്റർവ്യൂ അതിൽ കണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു കുട്ടി തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് തോന്നി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓവറാവും എന്നുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. ഈ ഒരുപാട് സീനുകളും പിന്നെ ഇതിലുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ മുന്നേ കണ്ടു തന്നെയാണ്. ഇപ്പോൾ ഒരാൾ കാണുന്നത് വേറൊരാൾ കാണാതിരിക്കുക, ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുക, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ഇതായി തോന്നുക, അതൊക്കെ മുന്നേ കൂട്ടി ഒരുപാട് സിനിമകൾ കണ്ടതാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു ഫ്രഷ് ഫീലുണ്ട്. കാര്യം ആ കുട്ടി ഒരു പുതിയൊരു ഇതായതുകൊണ്ട് തന്നെ അതിനോട് ഉള്ള അതിൻ്റെ ഒരു ബിഹേവിങ്, ആ ഒരു നിവിൻ പോളിയുമായിട്ടുള്ള ഒരു കോംബോ പരിപാടികൾ അതെല്ലാം നല്ല വർക്കാവുന്നുണ്ട്. പിന്നെ കോമഡി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അജു വർഗീസിൻ്റെ നല്ല രസമുണ്ട്. അജു വർഗീനെ ഉരുണ്ട് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ല നല്ല ഭംഗിയുണ്ട് പുള്ളിയുടെ ഇത് കാണാനായിട്ടും. ഒന്നും അങ്ങനെ ഓവറായിട്ടില്ല, ആരും ഓവറാക്കി കുളമാക്കിയിട്ടൊന്നുമില്ല. പിന്നെ നിവിൻ പോളിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥയ്ക്കകത്ത് വരുമ്പോൾ പുള്ളി നന്നായിട്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിന് മുന്നേ ഉള്ള നിവിൻ പോളി പടങ്ങൾ ഞാൻ സാറ്റർഡേ നൈറ്റും മറ്റേ രാമചന്ദ്ര ബോസ് & കോ അങ്ങനെയുള്ള കുറേ പടങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ടല്ലോ, ഫാർമ എന്ന് പറഞ്ഞിട്ട്, അതിൽ തന്നെ എനിക്ക് അത്ര വലിയ നന്നായിട്ട് തോന്നിയില്ല. എനിക്കതൊരു നിവിൻ പോളിയുടെ ആ ഒരു പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിലുള്ളൊരു ഫീലും ഇതൊന്നും കണ്ടപ്പോൾ എനിക്ക് കിട്ടില്ല. പക്ഷേ ഈ ഫിലിം കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു ചിരിയും മനസ്സിനുള്ളിൽ നിന്നൊരു ഹാപ്പിനെസ്സൊക്കെ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഈ പ്രേതത്തിന് നമുക്കൊരു ഇതേപോലൊരു ഫ്രണ്ട് വേണമെന്നൊക്കെ തോന്നും. നല്ലൊരു കമ്പനിയാണ്. നല്ല രസമുണ്ട്. അവർ പറയുന്നത് കേട്ടു, ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് കേട്ടു, പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ പറ്റിയ മൂവിയാണ്, അതിലവർ പേടിക്കില്ല, അത്ര വലിയ പ്രശ്നമില്ല എന്നൊക്കെ. സത്യം തന്നെയാണ്. ഇതിലങ്ങനെ വലിയ സീനുകളൊന്നും വലുതൊന്നുമില്ല, ഒന്നും അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല. ഇതിലുള്ള പ്രേതം തന്നെ എന്തെങ്കിലും ഒച്ചയായിട്ടാണ് പേടിക്കുന്ന പ്രേതമാണ്. അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രേതമാണ്. നല്ല മൂവിയാണ്. എല്ലാവരും നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയെന്ന് പറയുമ്പോൾ മരമയത്തുള്ള കുറച്ച് പേര് ഇതിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. അവരൊക്കെ ഒരുപാട് നല്ല നല്ല കാലിബറുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അതിൽ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും ഇതുപോലെ സിനിമകൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇവർക്ക് ഒരു സിനിമയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറേ പേരെ ഞാൻ കണ്ടു. മറ്റേ ശീതളൻ, പ്യാരി, അങ്ങനെ കുറേ പേരെ ഞാൻ കണ്ടു. ഇതിനകത്ത് ഇതിൽ ശീതളൻ എന്നൊക്കെ ആ പുള്ളിയൊക്കെ പണ്ട് ദിലീപിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. മറ്റേ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. അതിനുശേഷമൊന്നും പക്ഷേ ആ മൂവികളിൽ ഇങ്ങനെ കാണുന്നില്ല. അവർക്കൊക്കെ നല്ല നല്ല റോളുകൾ, കോമഡിയൊക്കെ നല്ല പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടുണ്ട്. സിനിമ നന്നായിട്ട് തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞ് കണ്ടു. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. കണ്ടവർ കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക് യു, ബൈ.